മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ അപ്രായോഗിക നിയമങ്ങൾ വ്യാപാരികളുടെ മേൽ കെട്ടി ഏൽപ്പിക്കുന്നതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരരംഗത്തേക്ക്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കം കുറിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 19-ാം തീയതി പഞ്ചായത്ത് ഓഫീസ് ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നടപടികളോട് പൂർണ്ണമായും സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വ്യാപാരികൾക്കുമേൽ കൂടുതൽ കടുത്ത നടപടികൾ അടിച്ചേൽപ്പിച്ച് ദ്രോഹിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ സമരവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ടൗണിലെത്തുന്ന പൊതുജനങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വ്യാപാരികൾ ഏറ്റെടുത്ത് സംസ്കരിക്കണം. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും പൊതു ശൗചാലയം നിർമ്മിക്കണം. ടൗണിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ജൈവം, അജൈവം, അപകടകരം തുടങ്ങിയ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് എല്ലാ വ്യാപാരികളും വേസ്റ്റ് ബിന്നുകൾ ക്രമീകരിക്കണം. ഈ മാലിന്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വ്യാപാരികൾ തന്നെ സംസ്കരിക്കണം. തുടങ്ങിയ അപ്രായോഗികമായ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജകുമാരി പഞ്ചായത്തിലെ 5 യൂണിറ്റുകളും സംയുക്തമായി 19-ാം തീയതി രാവിലെ 11 മണിക്ക് രാജകുമാരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണയും സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് VV കുര്യക്കോസ് പറഞ്ഞു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് രാവിലെ 11 മണി മുതൽ 1 മണി വരെ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ സമര പരിപാടിയുടെ ഭാഗമായിട്ട് 19-ാം തീയതി രാവിലെ 11 മണിക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തേക്ക് നടക്കുന്ന പ്രതിഷേധ ധർണാ സമരത്തിൽ രാജകുമാരിയിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ട് ഈ ധർണാ സമരം വിജയിപ്പിക്കണമെന്ന്. ബഹുരാഷ്ട്ര കമ്പനികളെയും ഓൺലൈൻ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതിനും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്നതിനും വേണ്ടിയാണ് മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് റോയി വർഗീസ് പറഞ്ഞു. ഈ സത്യപ്രസ്താവനയിലുള്ള വ്യാപാരികൾക്ക് ദോഷകരമായ 1-2 വസ്തുതകൾ. ഒന്ന്, ഒരു 10 അടി വീതിയുള്ള ഒരു കടയുടെ മുമ്പിൽ 3 ഡസ്റ്റ്ബിന്നുകൾ വെച്ചുകൊണ്ട് ജൈവം, അജൈവം, അപകടകരമായ മാലിന്യങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ച് വ്യാപാരികൾക്ക് വേണ്ടി മാത്രമല്ല പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കണമെന്നുള്ള സത്യപ്രസ്താവന. അതുപോലെ തന്നെ ഒരു വ്യാപാരിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ തൊഴിൽക്കാർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ശുചിമുറികൾ അതും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു പ്രസ്താവന. അതിനെയെല്ലാം ഞങ്ങൾ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് ഈ 19-ാം തീയതി നടക്കുന്ന ധർണാ സമരത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം പഞ്ചായത്തിനെ അറിയിക്കുന്നു. 19-ാം തീയതി സൂചനാ സമരം മാത്രമാണെന്നും വരും നാളുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും യൂണിറ്റ് ഭാരവാഹികളായ VV കുര്യക്കോസ്, റോയി വർഗീസ്, സോജൻ വർഗീസ്, OA ജോൺ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.